ഉഹുദ് മലയുടെ ചാരത്തായി 70ഓളം സഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ശുഹദാക്കളായി അള്ളാഹുവിൻ്റെ രക്തസാക്ഷികളായവർ. അവർ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവരാണ്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം എല്ലാവരും കേട്ടറിഞ്ഞതാണ്. കാരണം അതിൽ വലിയ പാഠങ്ങളുണ്ട്. അവരെ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം ഇഞ്ചിഞ്ചായി മുറിച്ചുകൊണ്ട് കുടൽമാലകൾ പോലും ചവച്ചരച്ച ഹിന്ദെന്ന് പറയുന്ന ആ സ്ത്രീക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും വഹ്ശി അതിൽ ചാട്ടുളി എറിഞ്ഞപ്പോൾ അവർക്കും അള്ളാഹു പുറത്തു കൊടുത്തു. എത്ര വലിയ തെറ്റു ചെയ്താലും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഗഫൂറുർ റഹീമുമാണ്. നാം ഓർക്കണം, മുത്തായ തങ്ങൾ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞു. പിന്നൊരിക്കൽ വഹ്ശി മുന്നിൽ വന്ന് ചോദിക്കുകയാണ്, ഇത്രയും കൊടും ക്രൂരത ചെയ്ത എനിക്ക് അള്ളാഹു മാപ്പ് നൽകുമോ എന്ന് കരഞ്ഞുകൊണ്ട് അവിടുന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവൻ്റെ റസൂലും ഏറെ കാരുണ്യമുള്ളവനാണ്. തീർച്ചയായും നിങ്ങൾക്ക് മാപ്പ് നൽകും. നിങ്ങളുടെ മുഖം കാണുമ്പോൾ ആ പഴയ ഓർമ്മയാണ് എൻ്റെ മുന്നിൽ ഓടി വരുന്നത്. ഹബീബായ തങ്ങൾ അവിടുന്ന് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ആ വഹ്ശി എടുത്ത് പറഞ്ഞു, എൻ്റെ മുന്നിൽ ഇനി നിങ്ങൾ വരല്ലേ, കാരണം എനിക്ക് ആ ഓർമ്മ സഹിക്കാൻ പറ്റുകയില്ല. കരളുകൾ ആ ഹൃദയത്തിൽ അലിഞ്ഞ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മൃദു ശരീരം കണ്ട് അവിടുന്ന് തേങ്ങലോട് പൊട്ടിക്കരഞ്ഞ മുത്തുനബി. അവിടുത്തെ മുൻപല്ല് ഷഹീദായപ്പോഴും ആ തേങ്ങലെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വിങ്ങിക്കൊണ്ടിരുന്ന മുത്തുനബി. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. പിന്നെ ഒരിക്കൽ ഇതിന് പ്രായശ്ചിത്തമായി ഒരു കള്ളപ്രവാചകൻ ആ നാട്ടിൽ ഹബീബിൻ്റെ വഫാത്തിനു ശേഷം ഞാൻ അടുത്ത പ്രവാചകൻ അന്ത്യപ്രവാചകനാണെന്ന് വരികയും ഈ വഹ്ശിയാണ് അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്യുന്നത്. നാം ഓർക്കണം, എത്ര പാപം ചെയ്താലും അള്ളാഹു നന്മകൾ കൊണ്ട് ആ നിറകുടമായ ആ കള്ളപ്രവാചകനെ കൊന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നും നാം വഹ്ശിയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചെല്ലുവാൻ സഹാബിയായി മാറി. സുബ്ഹാനല്ലാഹ്. നാം ഓർത്തു നോക്കുക, നമ്മൾ ഇന്ന് കാണുന്ന ഓരോ നിമിഷവും എത്ര വലിയ തെറ്റു ചെയ്താലും അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. നോക്കൂ, ഉഹുദിൻ്റെ ദിവസം തന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ ഹബീബായ തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നു പറയുകയാണ്, എനിക്ക് ഇസ്ലാമാകണം, അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ വിശ്വസിക്കുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലുകയും അതാ ളുഹർ നമസ്കാരത്തിന് മുന്നോടിയായി അദ്ദേഹം ഷഹീദാവുകയാണ്. അദ്ദേഹം ഇസ്ലാമിൽ ഒരു വഖത്ത് പോലും നമസ്കരിച്ചിട്ടില്ല. നോക്കൂ മുഅ്മിനീങ്ങളെ, അള്ളാഹു നൽകിയ സൗഭാഗ്യങ്ങൾ. നാം ഒരു നിമിഷം മതി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ടൊന്ന് പൊട്ടിക്കരഞ്ഞാൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. തീർച്ചയായും നമ്മുടെ നിമിഷങ്ങൾ അള്ളാഹുവിലേക്കുള്ളതാണ്.